നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ടർബോ വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ സ്ക്രിപ്റ്റ് എഴുതി മമ്മൂട്ടി നായകനാകുന്ന സിനിമ. ഈ സിനിമ ഏത് സിനിമ ഇറങ്ങിയാലും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാനും ഒരു അധ്യാപകനാണ്, റിവ്യൂ ചെയ്യുന്നുണ്ട് നമ്മളും. പക്ഷേ നമ്മൾ ഏത് സിനിമയും അത്യാവശ്യം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നല്ലതാണെന്ന്, മോശമാണെങ്കിൽ മോശമാണെന്നും പറഞ്ഞ് റിവ്യൂ ആണ്. ഇന്നലെ ഞാനും നമ്മൾ എല്ലാ ചാനൽസും നമ്മളും കാണും. സിനിമ ആദ്യം തന്നെ കാണും. സിനിമ കാണത്തല്ല റിവ്യൂ. എല്ലാവരും സിനിമ ആദ്യം തന്നെ കണ്ടതിന് ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത്. അന്നേരം സിനിമ കണ്ടതിന് ശേഷം ചിലത് ഇഷ്ടപ്പെടും. അതൊക്കെ പേഴ്സണലിയാണ് അല്ലേ, പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് ചില സിനിമകളോട് പ്രത്യേക ടേസ്റ്റ് കാണും, ചിലർക്ക് ചില സിനിമകളോട് ഇഷ്ടക്കേട് കാണും, ചില ഭാഗങ്ങൾ ഇഷ്ടമുള്ളവർ കാണും, ചില നടന്മാരുടെ അഭിനയങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കാണും, നടന്മാരുടെ ഫാൻസ് കാണും. ഇതെല്ലാം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് വരും. ഞാൻ ഇന്ന് പറയുന്നത് ടർബോ സിനിമ ഇന്നലെ റിലീസ് ചെയ്തു. ഈ സിനിമ റിലീസ് ചെയ്തു. ഇപ്പം ഞാൻ രണ്ടാമത് കാണാൻ ഞായറാഴ്ച ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. ഏകദേശം നമ്മൾ കടപ്പുറ എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ 7:20 ഷോ ഏകദേശം എനിക്ക് തോന്നുന്നു ഫുള്ളാകാറായി. ഞായറാഴ്ചത്തെയാണ്. എന്നാൽ ഈ നെഗറ്റീവ് റിവ്യൂ ഇട്ടതുകൊണ്ട് ഒരു സിനിമയെ ബാധിക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. ഇന്നത്തെ പത്രത്തിലെ ന്യൂസ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മഴ ആലപ്പുഴ ജില്ലയിലാണ്. സംസ്ഥാനത്തിനെക്കാട്ടി കൂടുതൽ ആലപ്പുഴ ജില്ലയിലാണ്. രണ്ടാമത് എറണാകുളം, 3 കോട്ടയമാണെന്നൊക്കെ പറഞ്ഞു. കാരണം നല്ല ഗംഭീര മഴയാണ് കേരളത്തിലുടനീളം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മഴ പെയ്യുമ്പം പുറത്തോട്ട് ഇറങ്ങുന്ന ആൾക്കാർ അത്യാവശ്യം നല്ലൊരു സിനിമയാണെന്ന് ആൾക്കാർ തോന്നിയാൽ മാത്രമേ സിനിമ കാണാൻ ഇറങ്ങത്തുള്ളൂ. ഫാൻസൊക്കെ ആദ്യത്തെ ഷോ മോശമാണെങ്കിൽ പിന്നെ ഏത് ഫാൻസ് ആണെങ്കിലും പിന്നെ ഇപ്പോഴത്തെ പടം ഇരിക്കും. കാരണം റിവ്യൂഡ് എല്ലാവരും ഇട്ട് കഴിയുമ്പോഴത്തേനും ഇരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് എന്താണ് ഇത്രയും ബുക്കിങ്, അല്ലെങ്കിൽ ഈ സിനിമ എന്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു, എന്തൊക്കെയാണ് റിവ്യൂ പാളിയത്? ഇപ്പം ഒരാൾ റിവ്യൂ പറഞ്ഞത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരാൾ റിവ്യൂ പറഞ്ഞത് അദ്ദേഹത്തിന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം പല ഭാഗങ്ങളിലും ക്ലീഷായിട്ടുള്ള കോമഡി, പലരും ഇരുന്ന് ചിരിക്കുന്നു, എനിക്ക് ചിരി തോന്നിയില്ല. പലരും ഇരുന്ന് ചിരിക്കുന്നു, അതിന് ചിരി തോന്നിയില്ല. പലരും ചിരിക്കുന്നത് നോർമലായിട്ട്, നമ്മൾ ചിരിക്കേണ്ടടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിക്കും. അവിടെ നമ്മൾ മസിൽ പിടിച്ചിരിക്കത്തില്ലല്ലോ. നമ്മളെ ചിരിപ്പിക്കുന്ന സീക്വൻസ് വരണം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഇതാകുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ ചിരിക്കുക. അല്ല റിവ്യൂ ചെയ്യാനായിട്ടല്ലല്ലോ നമ്മൾ സിനിമ കാണാൻ ഇങ്ങനെ ഇരിക്കുന്ന റിവ്യൂ ചെയ്യായിട്ടാണ്. നമ്മൾ നോർമലി നമ്മൾ ചിരിക്കുന്ന ഇടമാണെങ്കിൽ ചിരിക്കണം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അത്യാവശ്യം റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, പലരും ഇരുന്ന് ചിരിക്കുന്നത് എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല. അത് നമ്മുടെ കുറ്റമല്ല, അത് സിനിമയുടെയും കുറ്റമല്ല. അന്നേരം ഒരു 90% പേരും ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആണെന്നുള്ളതാണ്. എനിക്കും 100 കോമഡികൾ, ഞാൻ മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് വളരെ ഒരു ആവറേജ് സ്ക്രിപ്റ്റ് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതിഗംഭീര മേക്കിംഗ് ആയിരുന്നു ടർബോയിൽ വൈശാഖിൻ്റെ. എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എഡിറ്റിങ്ങും ഗംഭീരമായിട്ടുള്ളതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ഗംഭീരമായിട്ട് വന്നത്. അതിലേക്ക് നമുക്ക് വരാം. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ റിവ്യൂ അവിടെ വെച്ച് എനിക്ക് പാളിയായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു രാജ്ബി ഷെട്ടി ഗംഭീരമായെന്ന് പറഞ്ഞു. ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു 72 വയസ്സുകാരനെ നമ്മളും എനിക്കൊന്ന് ഡിഷും ആക്ഷനാണ് മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസായിട്ട് നേരത്തെ ഉള്ളത്. കാരണം അടുത്ത് വന്നാൽ മാത്രമേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ, ഗുണ്ടകളെ ഇടിച്ച് തെറിപ്പിക്കത്തുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പോസിറ്റീവ് അദ്ദേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് 100% എനർജിയുടെ മാക്സിമമാണ്. ആ എനർജിയുടെ മാക്സിമം കൊടുത്ത് ശരിക്കും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് നമുക്കതിനകത്ത് ഫീൽ ചെയ്യുന്നില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എല്ലാവരും കൈയടിക്കുന്നുണ്ട്, ഇവരെല്ലാം കൈയടിച്ചിട്ട് തന്നെ ഇറങ്ങുന്നു. അത് നമുക്കത് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. എവിടൊക്കെ അടിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ബസ്സിലടി, പോലീസ് സ്റ്റേഷനിലടി, ക്ലൈമാക്സിലടി, ഇതെല്ലാം ഗംഭീരമായിട്ട് എല്ലാവർക്കും നല്ലപോലെ ഫീൽ ചെയ്തുകൊണ്ട് എല്ലാ ഓഡിയൻസും നന്നായിട്ട് പോകുന്നത്. അന്നേരം ഇദ്ദേഹം പറഞ്ഞ റിവ്യൂ ആരാന്ന് ചിലപ്പോൾ റിവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും. രണ്ടാമതൊരാൾ പറഞ്ഞത് രാജ്ബി ഷെട്ടി. എന്നാൽ ഇദ്ദേഹം രാജ്ബി ഷെട്ടിയെക്കുറിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞ ഒരാൾ, അടുത്ത ആൾ പറഞ്ഞാൽ രാജ്ബി ഷെട്ടിയെ മലയാളത്തിൽ കൊണ്ടുവന്ന് വളരെ മോശമാക്കിയെന്നാണ്. രാജ്ബി ഷെട്ടിയെ പോലെ വില്ലൻ നൈസാണെന്നാണ് സാധാരണപ്പെട്ട കോമൺ ജനൽ നമുക്ക് വളരെ ഇഷ്ടം. കാരണം സ്ഥിരം പാറ്റേണിൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് വന്ന് മീശ പിരിക്കുന്ന അല്ലെങ്കിൽ മസിൽ പിടിച്ചിട്ടുള്ള ഒരു വില്ലനെക്കാട്ടിൽ വളരെ സിമ്പിളായിട്ട് ഒരു കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് വരുന്ന വളരെ വെറൈറ്റി നല്ല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കൊണ്ടാണ് അദ്ദേഹം സൂപ്പറായിട്ട് ആ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന നടൻ ഗംഭീരമായിട്ട് മലയാളത്തിൽ എനിക്കൊന്ന് ഫസ്റ്റ് പടം വന്നു അദ്ദേഹം അഭിനയിച്ച് റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് പടം വന്നു ഗംഭീരമാക്കിയിട്ടുണ്ട്. അദ്ദേഹം
പറയുന്ന ഇവർ രണ്ടുപേരും പറയുന്നത് കോൺട്രാസ്റ്റാണ്. ചിലർക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ ഓരോരുത്തർക്ക് റിവ്യൂ ആണ്. എന്നാലും ഞാൻ പറയുകയാണ് ഈ കോൺട്രാസ്റ്റിൻ്റെ ഒരു അവസാനം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് പോകാം. പിന്നെ മൂന്നാമതൊരാൾ പറയുന്നത് ഈ നമ്മൾ തോർത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ട് ലോക്ക് വീഴത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചങ്ങലയൊക്കെ കൃത്യമായിട്ട് ഒരിടത്തോട്ട് ഇങ്ങനെ എറിയുമ്പം അത് ലോക്കായി ഇങ്ങനെ പിടിച്ചെടുക്കും, അങ്ങനെ സംഭവിക്കരുത്, അതൊക്കെ വെറും ക്ലീഷയാണ് എന്നാണ്. ഞാൻ ഈ ചോദിക്കട്ടെ, നമ്മൾ ഈ ക്ലീഷ എന്ന് പറയുമ്പം ലിയോ സിനിമ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്ലീഷയില്ല, തെലുങ്ക് സിനിമ ആക്ഷൻ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്ലീഷകൾ നമ്മുടെ ഇങ്ങനെ റിവ്യൂ പറയുന്നില്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. വേണ്ട, മലയാള സിനിമയിലോട്ട് 2 ഗംഭീര ഹിറ്റുകളിലേക്ക് വരാം. ലാസ്റ്റ് ഇറങ്ങിയ ആവേശം എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്താണ് അതിനകത്ത് ഈ പറയുന്നത് ക്ലീഷ, അല്ലെങ്കിൽ എന്ത് കഥയാണ് അതിനകത്തുള്ളത്, എന്ത് പുതുമയാണുള്ളത്? ഒന്നുമില്ല. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസും ആയിട്ട് ബന്ധപ്പെട്ടതല്ലാതെ സെക്കൻഡ് ഹാഫൊക്കെ ഒരുപാട് സമയം നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ പോകുന്നൊരു സിനിമ. ഫഹദ് ഫാസിൽ അവരും തമ്മിൽ കണ്ടുമുട്ടുന്ന നിങ്ങൾ സീൻ ആലോചിച്ച് നോക്കുക, ഒരു ബന്ധവുമില്ലാത്ത കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ കീറി മുറിച്ചാൽ ആവേശം കീറി മുറിക്കാം. പക്ഷേ ആവേശം ഒരു പെർഫോമൻസ് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നു, നമുക്ക് കൈയടിക്കാൻ തോന്നുന്നു, നമ്മൾ ചിരിക്കുന്നു, നമ്മൾ കൈയടിക്കുന്നു, നമ്മൾ പാട്ട് കേട്ട് എല്ലാവരും നല്ലപോലെ എക്സൈറ്റ് ചെയ്യുന്നു. അതാണ് ആവേശത്തിൻ്റെ വിജയം. 2 വർഷങ്ങൾക്ക് ശേഷം വിനീത്, ഞാൻ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ഒരാളാണ്. വിനീത് ശ്രീനിവാസൻ ചിത്രം എന്നുള്ള രീതിയിൽ എല്ലാവരും വിനീത് ശ്രീനിവാസനെ ഒന്ന് നെഗറ്റീവ് പറയേണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും ഭയങ്കര പോസിറ്റീവ് പറഞ്ഞു. സത്യസന്ധമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, വർഷങ്ങൾക്ക് ശേഷം വളരെ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾ ഏറ്റവും മോശം ചിത്രങ്ങളായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും മോശം ചിത്രങ്ങൾ അത് ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് തള്ളി കയറ്റി ഒഴിച്ച്, ഇതൊരു ഫാൻ ബേസിലും പറയുമല്ല, കയറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും മോശം ചിത്രങ്ങളൊന്നാണ് വർഷങ്ങൾക്ക് ശേഷം. ഇനി തിരിച്ച് ടെർബോയിലോട്ട് വരുവാണെങ്കിൽ, ടെർബോ തുടക്കം ഒരു നല്ല ഒരു സീനോട് തുടങ്ങി, പിന്നെ ഇടുക്കിയിൽ ഇത് കാണിച്ചു തുടങ്ങി, പതുക്കെ ചെറിയൊരു പഴയ ഫോർമാറ്റ്. ഇപ്പം നമ്മൾ പറയത്തില്ല ഇതൊക്കെ സ്ഥിരം ടെംപ്ലേറ്റ് മാറ്റി എന്ത് ചെയ്യാൻ, ഇടുക്കിയെ നമുക്ക് മൂന്നാറാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസുകൾ വല്ല ചൈനയിലോ ഇറ്റലിയിലോ യൂറോപ്പിലോ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതിൻ്റെ പ്രതലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇടുക്കി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ ഇത് ഈ ഇൻട്രൊഡക്ഷൻ ഒന്നും വലിയ സംഭവങ്ങളായ ഇൻട്രൊഡക്ഷൻ ഒന്നും അല്ല. ഇൻട്രൊഡക്ഷൻ ഫൈറ്റും എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ നുറുങ്ങ് ബിന്ദു പണിക്കരും മമ്മൂട്ടി തമ്മിലുള്ള തമാശകൾ, അങ്ങനെയുള്ള നുറുങ്ങുള്ള തമാശകൾക്കെല്ലാം ഫാമിലിക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാവുന്ന രീതിയിലാണ് അതിനകത്ത് കോമഡി കാര്യങ്ങളെല്ലാം പോകുന്നത്. അങ്ങ് എല്ലാ കോമഡിയും ചിരിക്കണമെന്നില്ല, എന്നാലൊരു 10 കോമഡി പറഞ്ഞെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് ചിരിക്കാൻ, അതിനകത്ത് ചെറിയ കോമഡി ചിരിക്കാനുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ബിന്ദു പണിക്കറിൻ്റെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കയറി വരുമ്പം ഈ സിനിമ മൂടേ മാറുകയാണ്. അതായത് ഒരു 1.25 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം അല്ലെങ്കിൽ 45 മിനിറ്റ് ഗംഭീര സിനിമ. ഗംഭീരം എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങും കട്ട് ചെയ്ത് മലയാള സിനിമ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള നല്ല ഗംഭീര ആക്ഷൻ സീക്വൻസും ഗംഭീരമായിട്ട് ഫൈറ്റ് സീക്വൻസ്. അവിടാണ് ബസേലുള്ള അടി, നമ്മുടെ ബസേലുള്ള അടിയും അവിടെ വെച്ച് തന്നെയാണ്. അത് ആ ഇൻ്റർവെല്ലിന് ശേഷമുള്ളതാണ്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള അടി, അങ്ങനെ ചറപറ ക്ലൈമാക്സിലെ ഗംഭീര അടി, അതൊരു 10-15 മിനിറ്റ്. പിന്നെ ലാസ്റ്റിലെ ക്ലൈമാക്സ് പോർഷൻ ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കൈയടിച്ചിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ നല്ലൊരു വൈബോടുകൂടി ഇറങ്ങും. ഈ സിനിമയെ എങ്ങനെ നന്നാക്കണമെന്ന് എല്ലാവരും പറയും. ഈ സിനിമ ഒരു യൂഷ്വൽ ഇതാണ്. അന്നേരം വൈശാഖൻ്റെ മുൻ ചിത്രമായ പോക്കറ്റ് രാജയും പുലിമുരുകനും മധുരരാജയൊക്കെ ഞങ്ങൾക്ക് ഈ റിവ്യൂസൊക്കെ പറഞ്ഞ പൊതുവേ ഉള്ളൊരു കാര്യമാണ്. അതൊക്കെ കേട്ടതിന് ശേഷം ഇത് അത്രയും പറ്റിയില്ല. പോക്കറ്റ് രാജ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇറങ്ങി എന്തോ പറയും. പോക്കറ്റ് രാജ പഴയ ടെംപ്ലേറ്റ് തന്നെയാണ്. പുലിമുരുകൻ സ്ഥിരം ക്ലീഷ കോമഡിയൊക്കെ തന്നെയാണ്. പക്ഷെ പുലി പ്ലസ് മോഹൻലാലിൻ്റെ ആക്ഷൻ സീക്വൻസ്, ഇത് രണ്ടും മേക്ക് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ മിടുക്ക്, വൈശാഖിൻ്റെ മിടുക്ക്. ഇത് തന്നെയുള്ളൂ. വൈശാഖിൻ്റെ മേക്ക് ചെയ്തതിൻ്റെ ഗംഭീര മിടുക്ക് കൊണ്ടും മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊണ്ടും ആ പടം ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ അടിച്ച് പൊളിച്ച്, ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനൊന്നും ബോറടിക്കുന്നില്ല. ഈ പറയുന്നൊരു വർഷങ്ങൾക്ക് ശേഷത്തിന് പോയി ഉറങ്ങിയവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ. ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുമല്ല, പക്ഷേ അന്നേരം റിവ്യൂ പറയുമ്പോൾ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. കാരണം വിനീത് ശ്രീനിവാസനെ സിനിമയിൽ നെഗറ്റീവ് പറയാൻ ബുദ്ധിമുട്ടാണ്. വൈശാഖിനെ അങ്ങ് ട്രോളാം. മോൺസ്റ്റർ പോലോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവ് പോലോ ഒരുമാതിരി ഒരു മാസ് എൻ്റർടൈനർ സംവിധാനം തന്നെയാണ്. ആ രീതിയിൽ എല്ലാ രീതിയിലും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ. ഇപ്പോൾ എത്ര നമ്മൾ ഏത് സിനിമ എങ്ങനെ ട്രോൾ ചെയ്യാനും, ഇന്ന് ഒരു ഷോ കഴിയുമ്പം അടുത്ത ഷോയ്ക്ക് ചിലപ്പം ആൾ കാണത്തില്ല. കാരണം യൂട്യൂബിലാണ് എല്ലാ കാര്യങ്ങളും. യൂട്യൂബിലെ റിവ്യൂ കണ്ടതിന് ശേഷം മോശം കണ്ടു കഴിഞ്ഞാൽ പോയി. പിന്നെ ഇന്നലെ ഇത്രയും കളക്ഷൻ വന്നു, ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ സിനിമയ്ക്ക് വരുന്നു.
ഞായറാഴ്ച പോലും ഞാൻ പറഞ്ഞത് ബുക്കിംഗ് ഏകദേശം നല്ല രീതിയിൽ ബുക്കിംഗ് ആകുന്നു. അങ്ങനൊരു സിനിമ എന്ന് പറയുമ്പം അത് ആൾക്കാർ കുടുംബസമേതം ആൾക്കാർ പോയി കാണേണ്ട സിനിമയെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയും. കാരണം നിങ്ങൾ അടുത്തുള്ള ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള തിയേറ്ററിൽ പോയി നിങ്ങളിത് കാണുമ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു എല്ലാ പെർഫെക്റ്റോടുകൂടി നമുക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പാണ്. ഞാനൊരു സാധാരണ തിയേറ്ററിലാണ് വേണ്ടത്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു ഇച്ചിരിയുടെ നല്ലൊരു തിയേറ്ററിൽ ഒന്നുകൂടെ എന്തായാലും കാണാൻ പോവുകയാണ്. കാരണം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു എനർജി പാക്ഡ് പവർഫുൾ ത്രില്ലറല്ല എൻ്റർടൈനർ തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോ. നിങ്ങൾക്ക് കമൻസ് ഇടാം, എന്ത് കമൻസും ഇടാം. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മൾ എത്ര റിവ്യൂ പറഞ്ഞാലും ഓടേണ്ട പടങ്ങൾ ഓടും. പിന്നെ റിവ്യൂ നെഗറ്റീവ് ആയിട്ടുള്ള പടത്തിന് പോസിറ്റീവ് റിവ്യൂ എടുത്ത് ഇച്ചിരി വേണമെങ്കിൽ പൊക്കി കൊടുക്കാം. അതാണ് ആവേശം വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചത്. ആവേശം പിന്നെ അങ്ങ് കയറിപ്പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ലോജിക്ക് മാത്രം, ഒരു മാസ് എൻ്റർടൈനറിലൊന്നും ലോജിക്ക് മാത്രമൊന്നും അല്ല. ഈ ജയിലൊന്ന് കൈയടിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും ടെർബോയ്ക്ക് ഡബിൾ കൈയടി കൊടുക്കാം. കാരണം അത്രമാത്രം ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം എന്ന് പറയാൻ നമുക്ക് പറ്റണം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.